നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ DK ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ചിത്രത്തിൻ്റെ ഭാഗമായി പല പാർട്ടികൾ, കേരളത്തിലെ പല പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പെർഫോമൻസ്, അവരുടെ ഭാവി ഒക്കെയാണ്. ഇന്നലെ ഞങ്ങൾ മുസ്ലിം ലീഗിനെ പറ്റി സംസാരിച്ചു. ഇന്ന് കേരള കോൺഗ്രസിനെ പറ്റി ആണ് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 or 3 കേരള കോൺഗ്രസ് അല്ലേ സർ ഉള്ളത്? അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഈ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു 2 കേരള കോൺഗ്രസ് UDFിൻ്റെ കൂടെയും 1 കേരള കോൺഗ്രസ് LDFിൻ്റെ കൂടെയുണ്ട്. അത് കേരള കോൺഗ്രസിനെ പറ്റി പറയുന്നത് പുലർക്കും തോറും വളരുന്ന പാർട്ടി എന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേകമായ ഒരു ഫിലോസഫി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കർഷക ഫിലോസഫി എന്ന് കേൾക്കാറുണ്ട്. എന്താണ് നടക്കുന്നത് സാർ? അവർക്ക് അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് കേരളത്തിൽ ഇന്നത്തെ വളരെ പോളറൈസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനിലെ ഒരു സാങ്കത്യം ഉണ്ടോ അവർക്ക്? ചെറിയ ഇനി ആ പഴയ തമാശയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. വിളരും തോറും വളരും എന്നൊക്കെയുള്ള മാണിസാറിന്റെ പഴയ തമാശയ്ക്കൊന്നും ഇന്നത്തെ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ലെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പോടു കൂടി, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ പ്രസക്തി പാടെ ഇല്ലാത്ത, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ്. 1964-65. അന്ന് ഇതൊരു നായർ സീറോ മലബാർ സമൂഹ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യവും ഈഴവ മുഖ്യമന്ത്രി ശങ്കറിനെതിരായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അത് അതിവേഗം കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 14 അല്ലെങ്കിൽ 12 വർഷമായി ദേശീയ തലത്തിൽ RSS BJP അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ, ഇപ്പോൾ നായർ പിൻബലം നഷ്ടപ്പെട്ട് സീറോ മലബാർ സഭയുടെ മാത്രം, അല്ലെങ്കിൽ അതും കുടിയേറ്റ കർഷകരുടെയും മാത്രം പിൻബലമുള്ള ഈ 2 പ്രധാന കേരള കോൺഗ്രസുകൾക്ക്, ഒരു നിരവധി കോൺഗ്രസുകളുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആന്റണി രാജുവിന്റെ. പത്തനാപുരത്ത് ബാലകൃഷ്ണപിള്ളയുടെ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി സൽക്കാരം 2 പറ്റി സംസാരിക്കുന്നില്ല. അവർ ഒരു സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഈർക്കലി പാർട്ടികളാണ്. അതായത് ബാലകൃഷ്ണപിള്ളയുടെ മകൻ നടൻ ഗണേഷ് കുമാറിന്റെയും മറ്റൊരു ആന്റണി രാജുവിടെ. ഇതോടെ ആന്റണി രാജുവിന് മത്സരിക്കുന്നില്ല. പത്തനാപുരത്ത് ഗണേഷ് കുമാർ മത്സരിക്കുന്നു. ഒരു റെബൽ ഐഷ പോറ്റിക്കുളെ. ഞാൻ അതിനേക്കാൾ താങ്കൾ ഉദ്ദേശിക്കുന്ന ചർച്ച കേരള കോൺഗ്രസിന്റെ മുഖ്യധാരയാണെങ്കിൽ ഇത് അവരുടെ അന്ത്യത്തിന്റെ ആരംഭമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, പറയുന്നതിന് വേറെ അതിന് സാമുദായിക ചുവയില്ലെങ്കിൽ, നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണിയുടെയും കേരള കോൺഗ്രസ് ജോസഫിന്റെയും അന്ത്യകൂദാശയാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം താങ്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആകെ ഇവർ മത്സരിക്കുന്നത് 20 സീറ്റുകളിലാണ്. 12 സീറ്റിൽ ജോസ് മാണി കേരള കോൺഗ്രസും, 8 സീറ്റിൽ ജോസഫ് കേരള കോൺഗ്രസ്. ഇത് ചരിത്രത്തിൽ അവരുടെ റെക്കോർഡ് കുറവ് സീറ്റുകളാണ്. അത്രത്തോളം അവർ അരുക്കുവൽക്കരിപ്പിക്കുന്നുവെന്ന് അവരുടെ ചരിത്രം അറിയുന്ന പത്രപ്രവർത്തകർക്ക് നമുക്കറിയാം. ഇതിൽ ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ഇതിനകത്ത് നിന്ന് പോയ ഒരു ഡെലിക്വന്റ് മെമ്പറാണ് ശ്രീ PC ജോർജ്, ഇപ്പോൾ BJPയിലുള്ളത്. അതും അതെ, അദ്ദേഹം BJP, അതെ, അദ്ദേഹവും ഒരു കേരള കോൺഗ്രസ് ആയിരുന്നു. അല്ല, അതാ ഞാൻ പറയാം, അദ്ദേഹത്തെ നമ്മൾ എന്തായാലും ഒരു തീവ്ര BJP ഹിന്ദുത്വ ക്യാമ്പിലേക്ക് നമ്മൾ മാറ്റി. അത് പിന്നീട് വേണമെങ്കിൽ അതിന് ചർച്ച ചെയ്യാൻ അദ്ദേഹം അത്രത്തോളം പ്രസക്തനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ച ചെയ്യാൻ പോലും യോഗ്യനല്ലാത്ത ഒരു വഷളൻ രാഷ്ട്രീയക്കാരനാണ്. അയാൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അയാൾ തീവ്ര മുസ്ലിം നിലപാടുകളിൽ നിന്ന് തീവ്ര കാസ നിലപാടുകളിലേക്ക് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വാപോയ വെട്ടുകത്തി. അയാളെ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ ഒരു ചർച്ചയ്ക്ക് യാതൊരു ഗുണവും ചെയ്യില്ല. കാരണം അതുകൊണ്ട് അത് മാറ്റി നിർത്തിയ ഞാനത് പറയാൻ കാരണം, ഇങ്ങനെ ഒരാളുണ്ട്,
അതുപോലെ തന്നെ താങ്കൾ മറന്നുപോയെന്ന് അറിഞ്ഞുകൂടാ, വാജ്പേയിയുടെ സമയത്ത് PC ചാക്കോയുടെ മകൻ PC തോമസ് മന്ത്രിയായിരുന്നു. അതെ 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 തീർച്ചയായിട്ടും അദ്ദേഹവും ഒരു 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 കാലഹരണപ്പെട്ട, ഇപ്പോൾ PJ ജോസഫിന്റെ കൂടെ എങ്ങോ നിൽക്കുന്ന അപ്രസക്തമായി. PC തോമസ് അപ്രസക്തനാണ്, PC ജോർജ് അപ്രസക്തനാണെങ്കിൽ ഇത്രയും ഒച്ചയിട്ട് ബഹളം കൂടി നടക്കുന്ന BJPയുടെ ഹിന്ദു ബജരംഗ് ദളിയായി കേരളത്തിൽ നടക്കുന്ന PC ജോർജിന് പ്രസക്തി ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ PC തോമസിനെയും ആന്റണി രാജുവിനെയും പിന്നെ നമ്മുടെ ജേക്കബിന്റെ മകനുണ്ടല്ലോ ഒരു കോൺഗ്രസില്, അതും കേരള കോൺഗ്രസ് ആണ്. വസ്തുതയിൽ നമുക്ക് അവരെ പറ്റി സമയം ചിലവാക്കേണ്ട കാര്യമില്ല കേരളത്തിലെ മുഹൂർത്തത്തിൽ. ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ടത് ജോസ് കെ മാണി 12 സീറ്റിൽ മത്സരിക്കുന്നു, 8 സീറ്റിൽ ഔസേപ്പച്ചന്റെ പാർട്ടി മത്സരിക്കുന്നു. അപ്പൊ മാണി സാറിന്റെ മകൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് 5 സിറ്റിംഗ് MLA-മാരാണ് അവർക്കുള്ളത്. 5 സിറ്റിംഗ് MLA-മാർ, അത് പ്രതിപക്ഷത്ത്, മറ്റടുത്ത് ഭരണപക്ഷത്ത്. മറ്റേ ഔസേപ്പച്ചന്റെ പാർട്ടി നയിക്കുന്നത് ഇപ്പോ മകൻ അനൂപ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ആകെ ഉള്ളത് 2 സീറ്റാണ്. അപ്പോൾ ഇത്രത്തോളം അപ്രസക്തമായ 2 കാറ്റഗറികൾ ഇപ്പോൾ തന്നെ. വേറൊരു കാര്യം, ജോസ് കെ മാണി എന്ന് പറയുന്ന മാണി സാറിന്റെ മകൻ ഇനി ഒരു തവണ പാലയിൽ മത്സരിക്കുകയാണ് അദ്ദേഹം. ഇനിയൊരു തവണയിൽ കൂടി അദ്ദേഹം മത്സരിച്ച് പാലയിൽ തോറ്റതിന്റെ ചരിത്രം ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മാണിസാറിന്റെ പാലയിൽ മാണിസാറിന്റെ മകന്റെ പാർട്ടിയുടെ നേതാവ് അതിന്റെ എല്ലാമായ ജോസ് കെ മാണി ഇത്തവണ തോറ്റാൽ ഞാൻ പിന്നെ പറയേണ്ട പോലെ അന്ത്യകൂദാശ തന്നെ ഈ പാർട്ടി. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? പിന്നെ എന്ത് പാർട്ടിയാണ്? ഒരു കാര്യം കൂടി താങ്കളോട് പറഞ്ഞുതരാം. ഈ 12 സീറ്റിൽ മത്സരയോഗ്യമായി കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തിട്ടുള്ളത് 6 സീറ്റ് മാത്രമാണ്. ഞാൻ താങ്കളോട് പറഞ്ഞു തരികയാണെങ്കിൽ 1 സീറ്റ് ഇരിക്കൂർ ഏത് മാണി കൊടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ മലബാറിലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരികെ വരുമ്പോൾ എറണാകുളത്ത് കോൺഗ്രസിന്റെ ശക്തിദുർഗങ്ങളായ ചാലക്കുടി, പെരുമ്പാവൂർ, മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ 12 സീറ്റ്, 1 ഡസൻ സീറ്റിൽ തന്നെ മത്സരയോഗ്യമായ 6 സീറ്റുകളിൽ 1 തോൽക്കാൻ സകല സാധ്യതയുമുള്ള പാല, അത് നേതാവ്. രണ്ടാമത്തതോ പിന്നീടുള്ളത് ഒരു റോഷി അഗസ്റ്റിൻ, അറിയാമല്ലോ, കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള മന്ത്രിയാണ്. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയെ നേരിടുന്നത് കടുത്തുരുത്തി സ്ഥാനാർത്ഥി നിർമ്മല എന്ന പുതിയ ഒരു താരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കാൻ മറ്റേ ജോസഫിന്റെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ജോസഫിന്റെ കാര്യം എടുത്താൽ ഈ 8 സീറ്റിൽ അത് 2 പിടിച്ചു വാങ്ങി കോൺഗ്രസ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇടുക്കിയാണല്ലോ ഔസേപ്പച്ചന്റെ വലിയ കേന്ദ്രം. അവിടുത്തെ ഹൃദയമായ ഇടുക്കി കോൺഗ്രസ് ഇങ്ങെടുത്തു. സുരേഷ് ഗോപിയുടെ വാർത്തയിൽ പറഞ്ഞു ഇങ്ങെടുത്തു ഇടുക്കി, മനസ്സിലായില്ലേ? അവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. ആ 8 സീറ്റിൽ ഇനി ഞാനൊന്ന് പറഞ്ഞു തന്നാൽ താങ്കൾക്ക് മനസ്സിലാവും. 3-4 വെറുതെ പേരിന് മത്സരിക്കാൻ കൊടുത്തിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് എന്താണ് അതൊരു മത്സരത്തിനുള്ള സീറ്റ് പോലുമല്ല, അവിടെ CPM-ന്റെ ഒരു സീറ്റുകൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 5 സിറ്റിംഗ് സീറ്റുകൾ സംരക്ഷിക്കുക എന്ന ഏറ്റവും ചെറിയ കാര്യം പോലും ജോസ് മാണിക്ക് സാധ്യമല്ലാത്തൊരു അവസ്ഥയാണ്. എന്നാൽ 2 സീറ്റുകൾ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ഔസേപ്പച്ചന്റെ പാർട്ടിക്ക് കഴിഞ്ഞേക്കും. കാരണം ഒന്ന് തൊടുപുഴയാണ്, മറ്റൊന്ന് ഈ കടുത്തുരുത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ തൊടുപുഴയിലും രണ്ട് സ്ഥലത്തുള്ള അവരുടെ സാധനം, അതുകൊണ്ട് ഒരു പക്ഷേ ഒരു UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രി ജോസഫിന് കിട്ടിയേക്കാം പേരിന്. അതും പറഞ്ഞുകൂടാ എന്താണ് അതിന്റെ തിരിഞ്ഞു വരിക. അപ്പൊ അതുകൊണ്ട് ഈ 2 പാർട്ടികളുടെയും റേസൺ തെറ്റയർ, അതായത് എന്തിനൊരു പാർട്ടിയായി നിൽക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാന കാരണം ഇല്ലാതായിരിക്കും. കാരണം ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്, അത് താങ്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. താങ്കൾ ഡൽഹിയിലെ ഇന്ന് സവർണ ക്രിസ്ത്യാനിക്ക് സൈറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്കും മെത്രാന്മാർക്കും അതിന്റെ കുഞ്ഞാടുകൾക്കും പോകാൻ ഒരു വിശാലമായ ഗേറ്റ് RSS BJP തുറന്നിട്ടിട്ടുണ്ട്.
താങ്കൾ മറക്കണ്ട. ഇതിന് ശേഷം അത് തുറന്നിട്ടിരിക്കുകയാണ്. ഈ എന്തെല്ലാം വിടുവായത്തങ്ങൾ PC ജോർജ് പറഞ്ഞാലും FCRA വന്നാലും കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക് മോഡിയുടെയും അമിത്ഷായുടെയും അവിടേക്ക് അവരുടെ ഉൾത്തളങ്ങളിലേക്ക് പ്രവേശനമുണ്ട്. അവരെ സ്വാഗതം ചെയ്യും. അവരുടെ എക്സാക്ട് സ്ട്രാറ്റജി അവര് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ ഈ പെന്തക്കോസ് സഭകളുടെയും മറ്റുമുള്ള അവരുടെ പീഡനമൊന്നും കേരളത്തിലെ മെത്രാമാർക്കും പ്രധാനമല്ല. ഈ FCRAയുടെ കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയാൽ എപ്പോൾ വേണമെങ്കിലും കേരളത്തിലെ സവർണ പള്ളിക്ക് BJPയിലേക്ക് പോവാം. പിന്നെ അവർ ജോസ് കെ മാണിയുടെ അടുത്തും ഔസേപ്പച്ചന്റെ അടുത്തും പോകേണ്ട കാര്യമില്ല. ഇതാണ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റം.